ഏവർക്കും +1 റിസൾട്ടുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഔദ്യോഗികമായി ഇന്നലെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ റിസൾട്ട് നോക്കി മനസ്സിലാക്കി എന്ന് പ്രതീക്ഷിക്കുന്നു. മെജോറിറ്റി വിദ്യാർത്ഥികൾക്കും ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് വിഷയങ്ങൾക്ക് മികച്ച സ്കോർ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ചുരുക്കം ചില വിദ്യാർത്ഥികൾക്കെങ്കിലും മാത്തമെറ്റിക്സ് അതുപോലെ ബയോളജി സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച സ്കോർ നേടുവാൻ സാധിക്കാത്തവരുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എക്സാമിനേഷൻ എഴുതി നിങ്ങൾ പ്രതീക്ഷിച്ച സ്കോർ കിട്ടിയില്ല എങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം, വാട്ട് നെക്സ്റ്റ്, അതാണ് പ്രധാനമായും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അവസരങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം പ്ലസ് ടുവിൽ അടുത്ത പ്ലസ് ടു തുടങ്ങാൻ പോവുകയാണല്ലോ, മാത്തമെറ്റിക്സ് സബ്ജക്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യവും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യമായി റിസൾട്ടിന്റെ അനാലിസിസിലേക്ക് വരികയാണ്. തീർച്ചയായും ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റുകൾക്ക് മികച്ച സ്കോറാണ് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ മാത്തമെറ്റിക്സ് സബ്ജക്റ്റിനാണ് മെജോറിറ്റി സ്കൂളുകളിലും ഏറ്റവും മോശം റിസൾട്ട്. തീർച്ചയായും അതിന് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. എല്ലാ വർഷവും ഇതുപോലെ 1-2 സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടായി ചോദിക്കാറുണ്ട്. ഈ വർഷം അത് മാത്തമെറ്റിക്സ് ആയി എന്ന് മാത്രം. നിങ്ങൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അധ്യാപകർ പ്രഡിക്റ്റ് ചെയ്ത പല ക്വസ്റ്റ്യൻസും എക്സാമിനേഷൻ ഇല്ലായിരുന്നു. അതാണ് ഒരു റീസൺ. മറ്റൊന്ന്, മോഡൽ എക്സാമിനേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചു. തീർച്ചയായും അതൊക്കെ ഓർത്ത് നമ്മൾ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. വാട്ട് നെക്സ്റ്റ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും ഹയർ സെക്കൻഡറി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ, +1ന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മികച്ച രീതിയിൽ ഞാൻ എഴുതി എന്നാൽ എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് 3 അവസരങ്ങളാണ് മുന്നിലുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ റീവാല്യുവേഷന് അപ്ലൈ ചെയ്യാം. പുനർമൂല്യനിർണയം എന്ന് പറയും. ഒരിക്കൽ കൂടെ നിങ്ങളുടെ പേപ്പർ എന്ത് ചെയ്യും, വാല്യുവേഷൻ നടത്തും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് മാർക്ക് കൂട്ടി പുതിയ മാർക്ക് ലിസ്റ്റ് കിട്ടും. അതായത് 1 മാർക്കെങ്കിലും നിങ്ങൾക്ക് റീവാല്യുവേഷനിൽ കൂടിയാൽ ആ പുതിയ മാർക്കായിരിക്കും പരിഗണിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ റീവാല്യുവേഷൻ കൊടുത്തപ്പോൾ മാർക്ക് കുറഞ്ഞു എങ്കിലും വിഷമിക്കേണ്ട, ബെസ്റ്റ് ഓഫ് 2, ഏറ്റവും കൂടിയ മാർക്ക് ഏതാണോ അതായിരിക്കും പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി എന്നാൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ റീവാല്യുവേഷന് അപ്ലൈ ചെയ്യണം. ഒരു പേപ്പറിന് 500 രൂപയാണ് ചാർജ്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ടാൽ വിശദമായ നിർദ്ദേശങ്ങൾ നൽകും. തീർച്ചയായും ഈ വരുന്ന 4-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. ജൂൺ 4-ാം തീയതിക്കുള്ളിൽ, അതായത് സ്കൂൾ ജൂൺ 3-ാം തീയതി തുറക്കുകയാണ്. വീണ്ടും 2 ദിവസം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് സമാധാനമായി ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള സമയമുണ്ട്. സോ റീവാല്യുവേഷൻ ഏതൊക്കെ സബ്ജക്റ്റ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാൽ ചില കുട്ടികൾക്ക് റീവാല്യുവേഷനോട് താല്പര്യം കാണില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് മറ്റൊരു സാധ്യതയുണ്ട്, ഫോട്ടോ കോപ്പി. നമ്മൾ എഴുതിയ പേപ്പർ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം. നിങ്ങൾ എഴുതിയ ആൻസർ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫോട്ടോ കോപ്പി എടുത്ത് അയച്ചു തരും. ഇൻക്ലൂഡിങ് വാല്യൂ പോയിന്റ്സ്, വാല്യൂ അതായത് മാർക്ക് പോയിന്റ്, നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിനും എവിടെയാണ് മാർക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുൾപ്പെടെ കാണുന്ന ആ ഫേസിംഗ് ഷീറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് സ്വയം ഒരു വിലയിരുത്തലിന് ഈ ഫോട്ടോ കോപ്പി എടുക്കുന്നത് നല്ലതായിരിക്കും. എവിടെയൊക്കെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, എന്തുകൊണ്ട് എനിക്ക് അവിടെ മാർക്ക് കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാർക്കൊന്നും വർദ്ധിക്കത്തില്ല. ജസ്റ്റ് നിങ്ങൾ എഴുതിയ ആൻസർ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഒരു കോപ്പി അയച്ചു തരും. അതിന് ചാർജ് ഒരു പേപ്പറിന് 300 രൂപയാണ്, 300 റുപ്പീസ്. 3 പേപ്പറാണെങ്കിൽ 900 റുപ്പീസ് അടയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു സാധ്യത കൂടെ ഉണ്ട്, സ്ക്രൂട്ടണി എന്ന് പറയും. അതായത് സൂക്ഷ്മ പരിശോധന. അതിനകത്ത് നിങ്ങളുടെ പേപ്പർ കംപ്ലീറ്റ് ഒന്നും വാല്യൂ ചെയ്യത്തില്ല. പ്രധാനമായും കൗണ്ടിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് പറഞ്ഞു തരും. അതാണ് സ്ക്രൂട്ടണി എന്ന് പറയുന്നത്. അത് ചാർജ് വളരെ കുറവാണ്, ഒരു പേപ്പറിന് 100 രൂപ മാത്രം. തീർച്ചയായിട്ടും നിങ്ങൾ മാർക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് റീവാല്യുവേഷന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4-ാം തീയതിയാണ്. നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ എങ്ങനെ എഴുതി എന്ന് വിലയിരുത്തി ഇതിൽ ഏത് അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. സോ
സോ തീർച്ചയായും മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു എങ്കിൽ ഒരുപാട് ആശങ്കയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് മറ്റൊരു രീതി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ വർഷത്തെ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഈ വർഷം ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ മാർച്ചിൽ സെക്കൻഡ് ഇയർ എക്സാമിനേഷന്റെ കൂടെ നടത്തുമെന്നാണ് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ളത് നോട്ടിഫിക്കേഷനിൽ. അതിൽ മാറ്റം വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്, ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷെ നോട്ടിഫിക്കേഷൻ അങ്ങനെ വന്നതുകൊണ്ട് മാർച്ചിലാകാനാണ് സാധ്യത. എങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്ന്, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് ഗവൺമെന്റിന്റെ പോളിസിയാണ്, അവരുടെ ഡിസിഷനാണ്. അതിലേക്ക് തൽക്കാലം കിടക്കുന്നില്ല. എന്തായാലും ഒരുപാട് മാർക്ക് കുറഞ്ഞുപോയി, റിവാലുവേഷൻ ചെയ്താലും തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായും ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തീർച്ചയായും എന്താണ് എക്സാമിനേഷൻ എന്ന് ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതനുസരിച്ച് സ്റ്റഡി പ്ലാനൊക്കെ തയ്യാറാക്കി തീർച്ചയായും ഏറ്റവും മാർക്ക് കുറഞ്ഞ 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും. എല്ലാ സബ്ജക്റ്റും പറ്റത്തില്ല, എനി 3 സബ്ജക്ട്സ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നാലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയുമാണ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റൊന്ന്, +2 ക്ലാസുകൾ ജൂൺ 3-ാം തീയതി മുതൽ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ചില സ്കൂളുകളിൽ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു എങ്കിലും ഔദ്യോഗികമായി ജൂൺ 3 മുതൽ ആരംഭിക്കുകയാണ്. +2-ൽ മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് എങ്ങനെയാണ്, ഈസിയാണോ +1 പോലെയാണോ എന്നറിയാൻ ഒരു ആകാംക്ഷ കാണും. തീർച്ചയായും +1-നേക്കാളും കുറച്ചുകൂടെ ടഫായിട്ടുള്ള പോർഷൻസ് നമുക്ക് +2-ൽ പഠിക്കാനുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. +1-ൽ പഠിച്ചതുപോലെ അവിടെ നിന്നും ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഷുവർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സുകൾ കണ്ട് കാര്യം മനസ്സിലാക്കാതെ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ വർഷത്തെ പണി ഈ വർഷവും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാര്യമറിഞ്ഞ് സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നതാണ് അത്യുത്തമം. എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അങ്ങനെ പഠിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്, മിനിമം A+ എങ്കിലും കിട്ടിയിട്ടുണ്ട്. സോ തീർച്ചയായും +2-ൽ നിങ്ങൾക്ക് ഒത്തിരി സമയമുണ്ട്. കഴിഞ്ഞ വർഷം 80 മാർക്കാണ് ടോട്ടൽ നമുക്ക് സ്കോർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ വർഷം 40 മാർക്ക് പ്രാക്ടിക്കൽ, അങ്ങനെ മൊത്തം 120 മാർക്കാണ് മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ സ്കോർ ചെയ്യാനുള്ളത്. ഒരുപാട് മാർക്ക് നമുക്ക് ഈ വർഷം സ്കോർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗ്രേഡൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യിപ്പിക്കാൻ ഒരു അവസരം കൂടെയാണ് +2-ന്റെ മാർക്ക്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിക്കുക, ഓരോ ചാപ്റ്ററിന്റെയും കണ്ടന്റ് മനസ്സിലാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. എങ്കിൽ നിങ്ങൾക്ക് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഓരോ ചാപ്റ്ററിലെയും ഈ വർഷത്തെ സിലബസിനെ ബേസ് ചെയ്ത് ഓരോ പോർഷനും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. +2 ഡീറ്റെയിൽഡ് ക്ലാസ്സസ് 2024 എന്ന പ്ലേലിസ്റ്റിൽ ആ ക്ലാസ്സുകൾ കാണുവാൻ സാധിക്കും. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ചാപ്റ്റർ ക്ലിക്ക് ചെയ്ത് കണ്ട് പഠിക്കാവുന്നതാണ്. അതുപോലെ +2-ൽ മാത്തമെറ്റിക്സ് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം, തികച്ചും സൗജന്യമാണ്. സോ ഇതൊക്കെയാണ് +2 മാത്തമെറ്റിക്സുമായി സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ആരും വിഷമിച്ചിട്ട് കാര്യവുമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, നടന്നു കഴിഞ്ഞു. ഇനി വരാനുള്ളത് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ? ഇനി വരാനുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ബി ഓപ്റ്റിമിസ്റ്റിക്. നമ്മൾ ശുഭാപ്തി വിശ്വാസക്കാരായി വരും ദിവസങ്ങളിലേക്ക് കാത്തിരിക്കാം. +2 തുടക്കം മുതലേ സിസ്റ്റമാറ്റിക് ആയിട്ട് എനിക്ക് മികച്ച സ്കോർ കണ്ടെത്തണം എന്ന ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി പഠിച്ചു തുടങ്ങാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.